ഹലോ, വെൽക്കം ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ബീഡ് വർക്കുള്ള ഒരു കുർത്തിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം ഈ കുർത്തി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഗ്രേ കളറുള്ള മെറ്റീരിയലാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ കളറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഞാനിവിടെ ഒരു 3 ഇഞ്ചസ് എടുത്തു, താഴേക്ക് ഒരു 6 ഇഞ്ചസ് എടുത്തു. എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് 5 സ്ട്രെയിറ്റ് ലൈൻസാണ് വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചസാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ കളറുള്ള ബീഡ്സ്, പിന്നെ ബ്ലാക്ക് കളറുള്ള 2 ബീഡ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമേ ബ്ലാക്ക് 2 ബീഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 2 ബീഡ്സ് ഞാൻ ത്രെഡിൽ കോർത്തെടുക്കുവാണ്. ഇത് പതുക്കെ നമ്മളിവിടെ കുത്തി കൊടുക്കുന്നു. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഈ ബീഡ്സ് എങ്ങനെയാണ് കോർക്കുന്നതെന്ന്. ഒന്നുകൂടെ കാണിക്കുകയാണിത്. എന്നിട്ട് നമ്മളിത് ഒരു ബീഡ് ബാക്കിലേക്ക് കുത്തിയെടുക്കും നീഡിൽ. എന്നിട്ട് ഫ്രണ്ടിലത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിലെടുത്തിട്ട് എടുത്തു. ഇനി നമ്മൾ ബീഡ്സ് കോർക്കുവാണ്. ബാക്കി 3 എണ്ണം കൂടെ കോർത്തെടുക്കുവാണ്. ഇതേപോലെ 2 ബീഡ്സ് നമ്മൾ ഈ 5 ലൈൻസിലും വെച്ച് കൊടുക്കണം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചസ് ആണ് കേട്ടോ. യോക്ക് വരെയുള്ള ലെങ്ത് എടുത്തിട്ടാണ് ഞാൻ ഈ 5 ലൈൻസ് വരച്ചിരുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ ബ്ലാക്ക് കളറുള്ള 2 ബീഡ്സ് 5 ലൈൻസായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചസ് ആണ്. അതിനുവേണ്ടി ഞാൻ 3 2 ബീഡ്സ് ആണ് എടുക്കുന്നത്. സെയിം കളറുള്ള 2 ബീഡ്സ് തന്നെ പതുക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ പിടിച്ച് വെച്ചിട്ട് ഇനി അവിടെ ഒന്ന് കുത്തി കൊടുക്കുക. ബീഡ്സ് ഒന്നുകൂടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു തവണ കൂടെ നീഡിലെടുത്ത് ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ ബീഡ്സ് ഇളകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഒന്നും കൂടെ ഇതേപോലെ കോർത്ത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ 3 ബീഡ്സ് തന്നെ കോർത്ത് അടുത്ത ബ്രാഞ്ചസ് അതേപോലെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്രാഞ്ചസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇനി നമ്മൾ സിൽവർ കളറുള്ള ബീഡ്സ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. സൈസ് നമ്പർ 3 ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എല്ലായിടത്തും വെക്കില്ല കേട്ടോ. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് 5 6 എണ്ണമൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നീഡിലിൽ ഒരു 3 ബീഡ്സ് എടുക്കുക. ഇനി നമ്മൾ ക്ലോത്തിൽ കുത്തിയിട്ട് ഒരു ബീഡ് ബാക്കിലുള്ള ഒരു ബീഡില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ഈ നീഡിൽ കുത്തിയെടുക്കണം. ഇനി അതിൻ്റെ നെക്സ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കൂടെ ഈ നീഡിൽ നമ്മൾ കോർത്തെടുക്കുക. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാറും. ഒരു ഫ്ലവർ പോലെ, ചെറിയൊരു ഫ്ലവർ പോലെ അത് വന്നോളും.
ഇനി അവിടെ അത് ഫിക്സ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഫ്ലവർ ഷേപ്പിലേക്ക് മാറി. ഞാൻ വീണ്ടും 3 ബീഡ്സ് എടുത്തു. ഇനി നീഡിൽ പതുക്കെ ഇവിടെ കുത്തി കൊടുക്കുക. കുത്തിയ ശേഷം വീണ്ടും നീഡിൽ പുറത്തേക്കെടുത്ത് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിലെടുക്കണം. ഇനി അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ബീഡില്ലേ, ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കൂടെ നീഡിൽ നമ്മൾ എടുത്തിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ ഈ 2 ബീഡില്ലേ, അത് രണ്ടിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് വരണമെന്ന് നോക്കിയാൽ മാത്രം മതി. കുർത്തി കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെയാണ് വരിക. സിൽവർ ബീഡ്സ് നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും വെച്ചിട്ടില്ല. ഒരു ഫ്ലവർ പോലെ തോന്നുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സും ബ്രാഞ്ചസും പോലെയൊക്കെ ഇരിക്കും. എല്ലാവരും ഇതുപോലൊരു കുർത്തിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടെ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നത് വരേക്കും ബൈ ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.